നരേന്ദ്രമോദി തന്റെ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുക്കുമ്പോൾ പുനരുപയോഗ ഊർജ്ജ മേഖല അതിന്റെ പ്രതീക്ഷകൾ ഉയർത്തുന്നു. റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 4-ാം സ്ഥാനത്താണ്. കാറ്റ് പവർ കപ്പാസിറ്റിയിൽ 4-ാം സ്ഥാനത്തും സൗരോർജ്ജ ശേഷിയിൽ 5-ാം സ്ഥാനത്തുമാണ്. രാജ്യം 500ന്റെ COP 26 ജിഗാവാട്ടിൽ മെച്ചപ്പെട്ട ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 2030-ഓടെ ഫോസിൽ ഇതര ഇന്ധന ഊർജ്ജം പുനരുപയോഗ ഊർജ്ജത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിപുലീകരണ പദ്ധതിയാണിത്. പ്രധാനപ്പെട്ട കുറച്ച് റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകൾ നോക്കാം. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇന്ത്യയിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇത് ഭൂരിപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കമ്പനിയായ അദാനി ഗ്രൂപ്പും ന്യൂനപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടോട്ടൽ എനർജീസുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫോട്ടോവോൾട്ടേക് പ്ലാന്റുകളിലൊന്നായ കമുത്തി സോളാർ പവർ പ്രോജക്റ്റ് കമ്പനി പ്രവർത്തിപ്പിക്കുന്നു. ജനറൽ ഇൻഫർമേഷൻ. Technical performance. Shareholding. Technical levels. News. സോളാർ പ്രോജക്റ്റുകൾക്കായി $400 മില്യൺ ധനസഹായം ഉറപ്പാക്കിയ അദാനി ഗ്രീൻ എനർജി. 10,000 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി മറികടക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയായി അദാനി ഗ്രീൻ എനർജി. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് KPI ഗുജറാത്തിലെ സൂറത്ത് ആസ്ഥാനമായുള്ള ഒരു സോളാർ പവർ കമ്പനിയാണ്. 2008 സ്ഥാപിതമായ ഇത് KP ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സോളാരിസം എന്ന ബ്രാൻഡിൽ സോളാർ പവർ പ്രോജക്റ്റുകളിൽ നിന്ന് കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. Technical levels. News. മൾട്ടിബാഗ്. KPI ഗ്രീൻ എനർജി 4 വർഷത്തിനുള്ളിൽ 24,400% സൂം ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ 435% റാലിക്ക് ശേഷം KPI ഗ്രീൻ എനർജി 1:2 അനുപാതത്തിൽ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചു. KPI ഗ്രീൻ എനർജി 26.15 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികൾ സ്വന്തമാക്കി ഓഹരികൾ 4% ഉയർന്നു. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യ ആസ്ഥാനമായുള്ള എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അത് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സോളാർ ഇബിസി ബിസിനസ്സിലും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലും കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. വാരി റിന്യൂവബിൾസ് ടെക്നോളജി ലിമിറ്റഡ് സോളാർ EPC മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന വാരി എനർജീസ് ലിമിറ്റഡിന് കീഴിൽ പ്രവർത്തിക്കുന്നു. 600 മെഗാവാട്ടിൽ കൂടുതൽ പ്രവർത്തനശേഷിയുള്ള വാരി 10,000 സൗരോർജ്ജ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. Shareholding. Technical levels. News. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് Q4 ഫലങ്ങൾ 54 കോടി രൂപയായി ഉയർന്നു. വാരി റിന്യൂവബിൾ 25 സാമ്പത്തിക വർഷത്തിൽ 3 വളർച്ച. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് 991 കോടി രൂപയുടെ 980 മെഗാവാട്ട് സോളാർ പദ്ധതി സ്വന്തമാക്കി. കോട്യാർക്ക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്ത്യയിൽ ജൈവ ഇന്ധനങ്ങളുടെ വികസനത്തിൽ കോട്യാർക്ക് ഇൻഡസ്ട്രീസ് ഏർപ്പെടുന്നു.
കമ്പനി ബയോഡീസലും അതിന്റെ ഉപോൽപ്പന്നമായ ഗ്ലിസറിനും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്, പെയിന്റ് കോട്ടിങ്ങുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ക്ലീനിംഗ് ഏജന്റുകൾ, ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണശാലകൾ, ട്രക്കുകൾ, ബസുകൾ, കാറുകൾ, ജനറേഷൻ സെറ്റുകൾ, ബോയിലറുകൾ, ഷിപ്പിംഗ്, ഫാമിംഗ് മുതലായവയിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ പ്രയോഗിക്കുന്നു. എണ്ണ വിപണന കമ്പനികൾ, ഗതാഗത കരാറുകാർ, ഖനന കമ്പനികൾ, വ്യവസായങ്ങൾ, കൂടാതെ ഗ്രീൻ ആൻഡ് ഗ്രീൻ ബ്രാൻഡ് നാമത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയും. ഇന്ത്യയിലെ വഡോദര ആസ്ഥാനമാക്കി 2016 കോട്യാർക്ക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രൂപീകരിച്ചു. ടെക്നിക്കൽ പെർഫോമൻസ്. Shareholding. Technical levels. Indian Renewable Energy Development Agency Limited. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. അത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളും ഊർജ്ജ കാര്യക്ഷമതയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് സാമ്പത്തിക സഹായവും മറ്റ് സേവനങ്ങളും നൽകുന്നു. 1987 രൂപീകരിച്ച AREDA ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മിനി രത്ന സ്ഥാപനമാണ്. കൂടാതെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ ഭരണപരമായ നിയന്ത്രണത്തിലാണ്. General information. Technical performance. Shareholding. Technical levels. Prediction. Conclusion. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് അനുസൃതമായി 2030 ഫോസിൽ ഇതര ഇന്ധനങ്ങളിൽ നിന്ന് 500 ജിഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ സൂര്യോദയ് യോജനയുടെ സ്വാധീനം കൊണ്ട് പുനരുപയോഗ ഊർജ്ജ സ്റ്റോക്കുകൾ കുതിച്ചുയരുന്നു. അതുകൊണ്ട് ഈ സെക്ടറിലെ സ്റ്റോക്കുകൾക്കെല്ലാം ഉയർച്ച തുടരാവുന്നതാണ്. Thank you.